മൊഡ്യൂൾ 1 നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ സ്കോപ്പ് റൂൾസ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നെയിം, സ്കോപ്സ് ആൻഡ് ബൈൻഡിങ്സ്, അതിനകത്ത് നെയിംസ്, സ്കോപ്സ്, ബൈൻഡിങ് ടൈം, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അടുത്തത് വരുന്നതാണ് സ്കോപ്പ് റൂൾസ്. ആക്ച്വലി ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാട്ട് ഈസ് എ സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്സ്റ്റൽ റീജിയൻ ഓഫ് എ പ്രോഗ്രാം വെയർ ബൈൻഡിങ് ഈസ് ആക്റ്റീവ്. അത് ഓൾറെഡി കാരണം ബൈൻഡിങ് ടൈം, നെയിം, സ്കോപ്പൊക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഡിറ്റർമൈൻ ചെയ്യാം, സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി. ഓക്കെ, മോഡേൺ ലാംഗ്വേജസ് എല്ലാം തന്നെ സ്റ്റാറ്റിക് ബൈൻഡിങ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുമില്ല, ഇറ്റ് ഈസ് ദ ബൈൻഡിങ് ഡിറ്റർമിൻഡ് അറ്റ് കമ്പൈൽ ടൈം. എക്സാമ്പിൾ സി ലാംഗ്വേജ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഡൈനാമിക്കലി സ്കോപ്പിംഗ്, അതായത് ബൈൻഡിങ്സ് സിംപ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അറ്റ് റൺ ടൈം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അറ്റ് എക്സിക്യൂഷൻ ടൈം. ഓക്കെ, ദെൻ എക്സാമ്പിളാണ് APL ഉണ്ട്, സ്നോബോൾ ഉണ്ട്. പിന്നെ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് സി സ്റ്റാറ്റിക്കലി സ്കോപ്പ് ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്. സോ അതിൻ്റെ ഒരു ആൻസറാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിയെ സംബന്ധിച്ച് ഒരു സ്കോപ്പിൻ്റെ സ്കോപ്പ് വരുന്നു എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ എൻട്രി ടു എ സബ് റൂട്ടീൻ. അപ്പോൾ ആ സബ് റൂട്ടീൻ എക്സിറ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ ബൈൻഡിങ്സും എല്ലാ ലോക്കൽ വേരിയബിൾസും ഡിസ്ട്രോയ് ചെയ്യുന്ന ഇറങ്ങിപ്പോകുന്നു. അതായത് നമുക്കിപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വി ആർ എൻറ്ററിങ് ടു എ സ്കോപ്പ്, ലോക്കൽ സ്കോപ്പ്, ആൻഡ് ദെയർ വി ആർ ഡിക്ലെയറിങ് ലോക്കൽ വേരിയബിൾസ്. പിന്നെ അതിൻ്റെ മാനിപ്പുലേഷൻസ് എല്ലാം നടക്കുന്നു. ആ സ്കോപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ അതവിടെ തീരുന്നു, അതല്ലേ. അപ്പോൾ ആ ഒരു കാര്യം, അതായത് അത് സ്റ്റാറ്റിക്കലി ആണ് ആ സ്കോപ്പിംഗ് നടന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്കൊരു എക്സിക്യൂഷനോ വേറെ ഫർദർ ആക്ടിവിറ്റീസിൻ്റെ ഒരു കാര്യമില്ല. എപ്പോഴും നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് സി ഈസ് സ്ട്രിക്ട്ലി സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്കോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ വരുന്നൊരു ടേമാണ് ബ്ലോക്ക്. അപ്പോൾ ഐദർ ഒരു സ്കോപ്പ് നമുക്കൊരു പ്രോഗ്രാം മൊത്തം കൺസിഡർ ചെയ്യാം, പിന്നെ പ്രോഗ്രാമിൽ പല പാർട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സബ് റൂട്ടീൻസ് ഓർ സബ് ഫങ്ഷൻസ് ഓർ സബ് പാർട്സ് ഉണ്ട്. അപ്പോൾ ഒരു സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കോപ്പാണ്, അടുത്ത സ്കോപ്പാണ്. അതുപോലെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് കണ്ടോ, ഇതുപോലെ കേളി ബ്രേസസ് വെച്ച് തിരിച്ചിട്ടുണ്ടാവും സിയിലൊക്കെ ആണെങ്കിൽ. ബ്ലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ലോക്കൽ സ്കോപ്പ്. ആക്ച്വലി വി ആർ ഡിവൈഡിങ് അവർ പ്രോഗ്രാം ഇൻറ്റു സെപ്പറേറ്റ് ബ്ലോക്സ്. പിന്നെ ഓരോ ബ്ലോക്കിനും ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടാവും. അതായത് ഇതുപോലെ ക്രിയേറ്റ് ആവുന്ന ബ്ലോക്ക്, അതിൻ്റെ നെസസറി ഇൻഫർമേഷൻ ലൈക്ക് ആർഗ്യുമെൻറ്റ്സ്, ടെമ്പററീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്യുന്ന ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടാവും. ഇപ്പം പറയുന്ന ഇതാണ്, ഒരു വേരിയബിൾ, ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലെ വേരിയബിൾ നമ്മൾ അതിൻ്റെ സ്കോപ്പ് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബ്ലോക്ക്, ഒരു വലിയ പ്രോഗ്രാം, അതിനകത്ത് കുറേ ബ്ലോക്ക് ഉണ്ട്. അതിനകത്ത് ഒരു ബ്ലോക്ക് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വേരിയബിൾ ഡിക്ലറേഷൻ ഇല്ല. പക്ഷേ നമുക്ക് ആ ബ്ലോക്കിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾ ഡിക്ലറേഷൻ പുറത്ത് എവിടെയെങ്കിലും, അതായത് അതിൻ്റെ എൻക്ലോസിങ് സ്കോപ്പിൽ എവിടെയെങ്കിലും കാണും. ഇൻ ദ കേസ് ഓഫ് ഓർഡറിങ് ഇൻക്രീസിങ് സൈസ്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, റെഫറൻസ് ടു വേരിയബിൾസ് ഇൻ എ ബ്ലോക്ക് ദാറ്റ് ആർ നോട്ട് ഡിക്ലെയർഡ് ദാറ്റ് ആർ കണക്റ്റഡ് ടു ഡിക്ലറേഷൻസ് ബൈ സെർച്ചിങ് എൻക്ലോസിങ് സ്കോപ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് സൈസ്. അപ്പോൾ നമ്മൾ ഒരു ബ്ലോക്ക്, ഓക്കെ, ഒരു യൂസർ ഡിഫൈൻഡ് ലോക്കൽ സ്കോപ്പാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്കോപ്പാണ്. അതിൻ്റെ ഉള്ളിൽ വേരിയബിൾസ് ഉണ്ടാവും. ചിലപ്പം ഇല്ലാത്ത വേരിയബിൾസ് എല്ലാം അതിൻ്റെ പുറത്തെ നെസ്റ്റിങ്ങിൽ എവിടെയെങ്കിലും കാണും. അപ്പോൾ നമ്മൾ ഔട്ട്വേർഡ് സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു പോർഷൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നെസ്റ്റിങ് വരുന്നത്. നെസ്റ്റിങ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്കോപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ, അങ്ങോട്ടാണ് ഞാൻ എത്തുന്നത്. പിന്നെ ഇനി പറയാനുള്ള ആൽഗോൾസ്, സ്റ്റേറ്റ് ആൻഡ് അഡ പോലെയുള്ള ലാംഗ്വേജിൽ എലാബറേഷൻ എന്നുള്ള ടേമാണ് നമ്മൾ ബൈൻഡിങ്സ്, അതായത് ഒരു പുതിയ സ്കോപ്പ് ക്രിയേറ്റ് ആയി എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. എലാബറേഷൻ എന്ന് പറഞ്ഞ ടേം ആൽഗോൾ, സ്റ്റേറ്റ് ആൻഡ് അഡ. സോ നെക്സ്റ്റ് ടോപ്പിക്, അതായത് സ്റ്റാറ്റിക് സ്കോപ്പിംഗ്, അതായത് വി ആർ മൂവിങ് ടു സ്റ്റാറ്റിക് സ്കോപ്പിംഗ് റൂൾസ്. ഓക്കെ, സ്കോപ്പ് ഡിറ്റർമൈൻഡ് അറ്റ് കമ്പൈൽ ടൈം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഉള്ളൊരു ലാംഗ്വേജാണ് ബേസിക് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ആകെപ്പാടെ ഒരു സ്കോപ്പ് റൂൾസ്, സിമ്പിൾ സ്കോപ്പ് റൂൾസേ ഉള്ളൂ. ആക്ച്വലി അതിനകത്ത് ഒറ്റ ടൈപ്പ് ഓഫ് വേരിയബിളേ ഉള്ളൂ, ഒരു ഗ്ലോബൽ വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്കോപ്പ്. അപ്പോൾ ഏത് വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും ഇറ്റ്സ് എ ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് റൂളിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ വന്നതാണ് ഫോർട്രാൻ വന്നപ്പം കറക്റ്റായിട്ട് ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ് എന്നൊരു സബ് ഡിവിഷൻ വന്നു. അപ്പോൾ സ്കോപ്പ് ഓഫ് എ ലോക്കൽ വേരിയബിൾ എവിടെയായിരിക്കും, ഒരു സബ് റൂട്ടീൻ്റെ ഉള്ളിൽ, അതായത് ലോക്കലായിട്ട് അത് എവിടെ ഡിക്ലെയർ ചെയ്യുന്നതോ ആ ഒരു പോർഷനിൽ മാത്രം അതിൻ്റെ സ്കോപ്പ് ഉണ്ടാവും.
ഓക്കെ. പിന്നെ ഫോർട്രാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേരിയബിൾ ഡിക്ലറേഷൻസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അഥവാ ഇപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, എക്സ്പ്ലിസിറ്റ്ലി ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്രാൻ അതിനൊരു ലോക്കൽ സ്കോപ്പ് അസ്യൂം ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിജർ നെയിമാണ് നമ്മൾ കൊടുത്തേക്കണമെങ്കിൽ നോക്കും അതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ഐ തൊട്ട് എൻ വരെയാണോ, അങ്ങനെയാണെങ്കിൽ അതിന് ഇൻറ്റിജറായിട്ട് കണക്കാക്കും. അതല്ലാത്ത പക്ഷം റിയൽ ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഫോർട്രാൻ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾസിന്. പിന്നെ ഗ്ലോബൽ വേരിയബിൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർട്രാനിലൊരു പ്രോഗ്രാമിൽ കോമൺ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോമൺ ബ്ലോക്സിൽ വരുന്ന വേരിയബിൾസ് അതാണ് ഗ്ലോബൽ വേരിയബിൾസ്. അപ്പം നമുക്കറിയാം ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സബ് റൂട്ടീൻ, അതിൽ ഒരു സിംഗിൾ സ്കോപ്പിൽ മാത്രമേ ഉള്ളൂ, ഒരു ലിമിറ്റഡ് പോർഷനിലേട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് എൻ്റെ പ്രോഗ്രാം തീരണ വരെ അത് നിൽക്കാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു SAV ഈ സേവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഫോർട്രാനിൽ. ഈ സേവ് സ്റ്റേറ്റ്മെൻറ്റിൽ സിമിലറായിട്ട് സിയിലും ആൽഗോളിലും ഉള്ള സാധനമാണ് സ്റ്റാറ്റിക്കും ഓണും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ബേസിക് ലാംഗ്വേജിൽ സിമ്പിൾ സ്കോപ്പ് റൂൾസ് ആണ്, ബിക്കോസ് അവിടെ ഒരേ ഒരു ടൈപ്പ് വേരിയബിൾ ഉള്ളൂ, ദാറ്റ് ഈസ് ഗ്ലോബൽ വേരിയബിൾ. ഫോർട്രാനിൽ വന്നു കഴിയുമ്പോൾ രണ്ടെണ്ണമാവും, ലോക്കൽ ആൻഡ് ഗ്ലോബൽ. അതെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു? ലോക്കൽ ആണെങ്കിൽ ലോക്കൽ സ്കോപ്പ് മാത്രമേ ഉള്ളൂ, ഗ്ലോബൽ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ലാംഗ്വേജ് അനുസരിച്ച് സ്കോപ്പിംഗ് റൂള് മാറുന്നു. ഇനി അടുത്തത് വാട്ട് ഈസ് എ സ്റ്റാറ്റിക് സ്കോപ്പ് റൂൾ? കറണ്ട് ബൈൻഡിങ് ഫോർ എ ഗിവൺ നെയിം ഈസ് ഫൗണ്ട് ഇൻ ദ മാച്ചിങ് ഡിക്ലറേഷൻ ഹൂസ് ബ്ലോക്ക് മോസ്റ്റ് ക്ലോസ്ലി സറൗണ്ട്സ് എ ഗിവൺ പോയിൻ്റ് ഇൻ ദ പ്രോഗ്രാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കത് വായിച്ചാൽ തന്നെ മനസ്സിലാവും, ഒന്നുമില്ല, ഒരു നെയിമിൻ്റെ കറണ്ട് ബൈൻഡിങ് അതാണല്ലോ നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയാണ് അതെങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ മാച്ചിങ് ഡിക്ലറേഷൻ. ഓക്കെ, അതിൻ്റെ ഡിക്ലറേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിക്ലറേഷൻ എങ്ങനെയായിരിക്കും? ഫൗണ്ട് ഇൻ ദ മാച്ചിങ് ഡിക്ലറേഷൻ ഹൂസ് ബ്ലോക്ക് മോസ്റ്റ് ക്ലോസ്ലി സറൗണ്ട്സ് എ ഗിവൺ പോയിൻ്റ് ഇൻ ദ പ്രോഗ്രാം. അതായത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലെക്സിക്കൽ സ്കോപ്പിങ്ങിൽ അല്ലെങ്കിൽ ബ്ലോക്കിൽ ലെക്സിക്കൽ സ്കോപ്പിൽ ഈ പറഞ്ഞ ആ നെയിമിൻ്റെ, അതായത് ഗിവൺ നെയിമിൻ്റെ ഡിക്ലറേഷൻ അതായിരിക്കും അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുക. അതായത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന ലെക്സിക്കൽ സ്കോപ്പിൽ ഈ കറസ്പോണ്ടിങ് നെയിമിൻ്റെ ഡിക്ലറേഷൻ എന്താണോ, അതിൻ്റെ സ്കോപ്പ് എന്താണോ അതായിരിക്കും അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. Current binding for a given name is found in the matching declaration. So there will be a matching declaration whose block, so അതിൻ്റെ അതിൻ്റെ സ്കോപ്പ് ഏറ്റവും ക്ലോസ്ലി സറൗണ്ട് ചെയ്യുന്ന ലെക്സിക്കൽ നെസ്റ്റിങ്ങിനകത്ത് അതിൻ്റെ സ്കോപ്പ് കിട്ടും. അപ്പോൾ ഈ സ്റ്റാറ്റിക് സ്കോപ്പ് റൂൾ പറഞ്ഞു ഞാൻ, അതിപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇത്രയോടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സ്റ്റാറ്റിക് സ്കോപ്പിൽ റൂള് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പ്രോഗ്രാംസിൽ. നെസ്റ്റഡ് സബ് റൂട്ടീൻസ് ഉണ്ടാവാം ഒരു പ്രോഗ്രാം എടുത്താൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ടു സ്കോപ്പ് ഫോർ വേരിയബിൾസ് ഇൻ നെസ്റ്റഡ് സബ് റൂട്ടീൻസ്. അതായത് ഒരു സബ് റൂട്ടീൻ, അതിൻ്റെ ഉള്ളിൽ വേറെ സബ് റൂട്ടീൻ, അതിൻ്റെ ഉള്ളിൽ അടുത്തത് നെസ്റ്റ് ചെയ്ത്, അങ്ങനെ K ലെവൽസ് ഓഫ് നെസ്റ്റിംഗ്. അപ്പോൾ അതിനകത്തൊക്കെ വേരിയബിൾസ് ആണ്. അപ്പോൾ ഈ പറയുന്ന വേരിയബിൾസിൻ്റെ സ്കോപ്പ് നമ്മൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ കേസ് സബ് റൂട്ടീൻസ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ നോൺ ലോക്കൽ ഒബ്ജക്ട്സ് കാണും അല്ലേ? കറണ്ട് സ്കോപ്പിലല്ലാത്തതെല്ലാം നോൺ ലോക്കലാണ്. അതിനെങ്ങനെ ആക്സസ് ചെയ്യും? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഡിക്ലറേഷൻ ഓർഡർ. ചില പ്രോഗ്രാംസിൻ്റെ കേസിൽ ഇപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വയ്ക്കുക, എക്സ്. അത് നമുക്കൊരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, സേ ബ്ലോക്ക് ബി, അതിനുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിനിപ്പോൾ ബ്ലോക്കിൽ എവിടെയെങ്കിലും അതൊന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സ്കോപ്പ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്തല്ലോ, അതായത് ഒരു ബ്ലോക്ക് ബി ഉണ്ട്, അതിനകത്ത് ഒരു ഒബ്ജക്റ്റ് എക്സ് ഡിക്ലെയർ ചെയ്തു. അത് ആ ഡിക്ലെയർ ചെയ്യുന്ന ലൈൻ തൊട്ട് താഴത്തോട്ട് ആ ബ്ലോക്ക് തീരുന്നത് വരെയുള്ളൂ അതിൻ്റെ സ്കോപ്പ്, അതോ ആ എൻ്റയർ ബ്ലോക്കിൽ അത് നിലനിൽക്കുന്നുണ്ട്? അപ്പോൾ അതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാം. അപ്പോൾ ഈ ഡിക്ലറേഷൻ ഓർഡർ എങ്ങനെയായിരിക്കണം, പിന്നെ ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ നെസ്റ്റഡ് ബ്ലോക്സ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ മോസ്റ്റ് മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് മോഡ്യൂൾസ്. സോ ഹൗ സ്കോപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസ് ആർ ഹാൻഡിൽഡ്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾസിൽ എങ്ങനെയാണ് ഈ സ്കോപ്പിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുക? മോഡ്യൂൾസ് നിങ്ങൾക്കറിയാം ഇൻഡിപെൻഡൻറ്റ് സബ് പാർട്സ് അല്ലേ? അപ്പോൾ അതിനകത്ത് മോഡ്യൂൾസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ അതിനകത്ത് എൻക്യാപ്സുലേഷൻ ഉണ്ട്, അബ്സ്ട്രാക്ഷൻസ് ഉണ്ട്. ദെൻ ഇതിനകത്തൊക്കെ ഈ സ്കോപ്പിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്? പിന്നെ കുറച്ചുകൂടെ മൊഡ്യൂൾസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പറഞ്ഞു വരുമ്പോൾ ദെയർ ആർ മൊഡ്യൂൾ ടൈപ്സ് ആൻഡ് ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ ഓർ മൊഡ്യൂൾസ് കണ്ടെയ്നിങ് ക്ലാസ്സസ്. അതിലൊക്കെ എങ്ങനെയാണ് സ്കോപ്പ് നമ്മൾ
വിലയിരുത്തേണ്ടത്. ഇതൊക്കെയാണ് ഇനി കാണുന്ന പോർഷനിലോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്റ്റാറ്റിക് സ്കോപ്പ് റൂൾ കറക്റ്റായിട്ട് മനസ്സിലാവും. വി ആർ searching for a matching declaration. Okay, we are searching for a matching declaration whose block most closely surrounds a given point in the program. Most closely surrounds a given point in the program. Okay, starting with the nested subroutines. Okay, ability to nest subroutine inside each another. അതാണ് nested subroutine. അത് ALGOL 60, then Pascal, ADA, ML ഇതിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഓക്കെ, നെസ്റ്റഡ് സബ് റൂട്ടീൻ്റെ കേസിൽ നമ്മൾ സ്കോപ്പിംഗ് റൂൾ ഓർ സ്റ്റാറ്റിക് സ്കോപ്പിംഗ് റൂൾ പറയുന്നത് ഇങ്ങനെയാണ്: ആസ് ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ് റൂൾ. ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സാം വൈസ്, സോ നന്നായിട്ട് പഠിക്കുക. എ നെയിം ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ എ ഡിക്ലറേഷൻ ഈസ് നോൺ ഇൻ ദ സ്കോപ്പ് in which it is declared and in each internally nested scope unless it is hidden by another declaration of the same name. So, in order to find out the declaration corresponding to the use of a name, we need to search outward from the current scope. Okay, to search for the declaration corresponding to a use of a name, we search outward from the current scope. അപ്പോൾ ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ് റൂൾ എന്താ പറഞ്ഞേക്കണേ? ഒരു നെയിം ഇൻട്രൊഡ്യൂസ് ഇൻ എ ഡിക്ലറേഷൻ ഈസ് നോൺ ഇൻ ദ സ്കോപ്പ് ഇൻ വിച്ച്, അതായത് ഡിക്ലെയർ ചെയ്ത സ്ഥലത്ത് എന്തായാലും അതിൻ്റെ സ്കോപ്പുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ഈച്ച് ഇൻറ്റേർണലി നെസ്റ്റഡ്, അതായത് ഇൻറ്റേർണലി അതിൻ്റെ ഉള്ളിൽ വരുന്ന നെസ്റ്റിങ്ങിലോട്ട് എല്ലായിടത്തേക്കും ആ ഡിക്ലറേഷൻ്റെ സ്കോപ്പ് നിലനിൽക്കും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്: അൺലെസ് ഇറ്റ് ഈസ് ഹിഡൻ ബൈ അനദർ ഡിക്ലറേഷൻ ഓഫ് ദ സെയിം നെയിം. അപ്പോൾ ഇൻറ്റേർണൽ നെസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു സബ് റൂട്ടീൻ, നെസ്റ്റഡ് ആയിട്ടുള്ളൊരു സബ് റൂട്ടീനിൽ നമ്മളിപ്പോൾ പറയുന്ന ഡിക്ലറേഷൻ റീഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ആദ്യത്തെ ഡിക്ലറേഷൻ അവിടെ ഹൈഡ് ആയിപ്പോയി, അല്ലേ? ഓറൽസ് ആ രണ്ടാമത്തെ ഡിക്ലറേഷൻ നമ്മുടെ ഫസ്റ്റ് ഡിക്ലറേഷനെ ഹൈഡ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു കേസിൽ മാത്രം കാണത്തില്ല, ബാക്കി എല്ലായിടത്തും അതിൻ്റെ സ്കോപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മസ്റ്റ് സെർച്ച് ഫ്രം ദ ഏറ്റവും ഇന്നർമോസ്റ്റ് സ്കോപ്പിൽ നിന്ന് ഔട്ട്വേർഡിലോട്ട് മീൻസ് എൻക്ലോസിങ് സ്കോപ്പിലോട്ട് സെർച്ച് ചെയ്ത് പോയി കറണ്ട് സ്കോപ്പ് കണ്ടുപിടിക്കണം. ഈ എക്സാമ്പിൾ കാണുമ്പോൾ ഇച്ചിരി മനസ്സിലാവും. ഇവിടെ യു ക്യാൻ സി പ്രൊസീജിയർ P1, P2, P3, P4. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? പ്രൊസീജിയർ P1 ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് P2 P4. ദാറ്റ് മീൻസ് ദേ ആർ നെസ്റ്റഡ് ഇൻസൈഡ് P1, അല്ലേ? സോ ഇൻ ദ കേസ് ഓഫ് P1 യു ക്യാൻ സി എ വേരിയബിൾ എക്സ്. ഓക്കെ, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രൊസീജിയർ P4 ദർ ഇസ് എ ഫംഗ്ഷൻ F1, അവിടെ ഒരു എക്സ് ഉണ്ട്. സോ ഈ റൈറ്റ് സൈഡിൽ ഈ മീൻസ് ലൈൻ വരച്ച് കാണിച്ചേക്കണേ ആ ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ P1ൻ്റെ കേസിൽ A1 ഈസ് എൻ ആർഗ്യുമെൻറ്റ്. ഓക്കെ, ആ A1 ആർഗ്യുമെൻറ്റിൻ്റെ സ്കോപ്പ് എന്തോരമുണ്ട്? സിൻസ് P1 ഈസ് ബിഗിനിങ് ദെയർ ആൻഡ് എൻഡിങ് അറ്റ് ദ ലാസ്റ്റ് ലൈൻ, അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ എൻ്റെ പ്രൊസീജിയർ മൊത്തം കാണും, റൈറ്റ്? അതായത് അതല്ലേ പറഞ്ഞേക്കണേ ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ് റൂളിൽ. ഒരു ഡിക്ലറേഷൻ എവിടെയെങ്കിലും ഫൗണ്ട് ചെയ്താൽ അതിനകത്ത് നെസ്റ്റ് ചെയ്തേക്കണ എല്ലാത്തിലും കാണും. പക്ഷേ ഒരേ ഒരു കണ്ടീഷനുള്ളൂ, ഇടയ്ക്ക് എവിടെയും അതിനൊരു റീ ഡിക്ലറേഷൻ വരരുത്. ഓക്കെ, സോ A1 ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷേ എക്സിൻ്റെ കേസ് കണ്ടോ, ദർ ഇസ് എ ഹോൾ. എക്സിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈ പ്രൊസീജിയർ P1 നമ്മൾ ഡിക്ലെയർ ചെയ്തു, പക്ഷേ കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോൾ F1 വേറൊരു എക്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ആദ്യത്തെ എക്സിൻ്റെ ഡിക്ലറേഷൻ ഈ ഒരു ഫംഗ്ഷൻ F1, അതായത് അത് തുടങ്ങി തീരണ വരെ അത് ഹിഡൻ ആയിപ്പോയി. ഓക്കെ, ദാറ്റ് മീൻസ് ദേ ആർ ക്രിയേറ്റഡ് എ ഹോൾ. പക്ഷേ P2ൻ്റെ കേസ് നോക്കിയാൽ P2 ആ P1ൻ്റെ ഉള്ളിലാണ്. അപ്പോൾ P1ൻ്റെ ഉള്ളിൽ മൊത്തം അതിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ടാവും. ഇനി A2 എന്ന് പറയുന്ന ആ ഒരു ആർഗ്യുമെൻ്റ് എവിടെയാണ് വരുന്നുള്ളൂ? P2 വരുന്നുള്ളൂ. അപ്പോൾ ആ P2 തുടങ്ങി തീരുന്ന വരെ അതിൻ്റെ ഒരു സ്കോപ്പ് നിലനിൽക്കണം. അങ്ങനെ ബാക്കിയെല്ലാം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എങ്ങനെയാണ് ഹിഡൻ, ഐ മീൻ ഹൈഡ് ചെയ്തത്, അവിടെ ഒരു ഹോള് വന്നത് എങ്ങനെയാണ്. സോ അതാണ് ഈ ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ് റൂൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഇൻറ്റേർണൽ ഡിക്ലറേഷൻ ഓർ വാട്ട് വി സേ കറണ്ട് സ്കോപ്പ്, അതാണല്ലോ ഇൻറ്റേർണൽ എന്ന് പറയാം. കറണ്ട് സ്കോപ്പ് നോക്കുക, എന്നിട്ട് ഔട്ട്വേർഡ് സെർച്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ എത്തുന്നു നമുക്ക് വേണ്ട ആ സ്റ്റാറ്റിക് സ്കോപ്പിലോട്ട്. ഓക്കെ, ഈ കേസിൽ ഹോള് വന്നേക്കുന്നത് എക്സിൻ്റെ കേസിൽ, ദെൻ ഹോൾ. ഇനി നമ്മൾ ഇത് ഇപ്പം മൊത്തം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, രണ്ടെണ്ണം A1ൻ്റെ എക്സിൻ്റെയും P2ൻ്റെ ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വരുന്ന ഹോൾ. ഓക്കെ, ഹോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഔട്ട് ഓഫ് സ്കോപ്പ്, അതാണ് ഈ ഹോള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റേഴ്സ് വെച്ച് നമുക്ക് ആ ഹോളിൽ അല്ലെങ്കിൽ ആ ഹിഡൻ ആയിട്ടുള്ള പാർട്ടിലുള്ള ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാം. അതിന്
C++ പോലെയുള്ള ലാംഗ്വേജിൽ ദർ ഇസ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ആൻഡ് അടയിൽ ഇറ്റ് ഈസ് ജസ്റ്റ് അതും അടയിൽ എന്താ ചെയ്യുന്നത്, ഡോട്ട് ഓപ്പറേറ്റർ. അതായത് ഇപ്പോൾ എക്സ് ആണ്, നേരത്തെ എക്സാമ്പിളിൽ എക്സ് ആണ് ഹിഡൻ. അപ്പം അട എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഏതൊരു പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ അതിരിക്കുന്നത്, അപ്പോൾ P1.x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആ ഹിഡൻ ആയിട്ടുള്ള, അതായത് ആ ഇന്നർമോസ്റ്റ് സ്കോപ്പിലുള്ള വാല്യൂ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി C++ൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹിഡൻ സ്കോപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഹോൾ എന്താണ്, ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പിംഗ് റൂൾ എന്താണ്, ദെൻ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി നമുക്കറിയേണ്ട ആക്സസ് ടു നോൺ ലോക്കൽ ഒബ്ജക്ട്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എന്തായാലും എല്ലാ ഒബ്ജക്ട്സും ലോക്കൽ അല്ല. ഓക്കെ, P1 എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ P2 പിന്നെ P3. അപ്പോൾ P3യിലുള്ളൊരു ഒബ്ജക്റ്റ് P1നെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും, ഇറ്റ് ഈസ് നോൺ ലോക്കൽ ഒബ്ജക്റ്റ്. അപ്പോൾ അതിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, അതിനാണ് സ്റ്റാറ്റിക് ചെയിൻ ഓർ സ്റ്റാറ്റിക് ലിങ്ക്. ആക്ച്വലി ഓരോ ഫ്രെയിമും, അതായത് ടു ഫൈൻഡ് ദ ഫ്രെയിംസ് ഓഫ് സറൗണ്ടിങ് സ്കോപ്പ് നമ്മൾ എന്ത് ചെയ്യും, യു ആർ മെയിൻറ്റെയിനിങ് എ സ്റ്റാറ്റിക് ലിങ്ക് ഇൻ ഈച്ച് ഫ്രെയിം ദാറ്റ് പോയിൻറ്റ്സ് ടു ദ പേരൻറ്റ് ഫ്രെയിം. ഓക്കെ, ഇനി ഈ ലിങ്ക് എല്ലാം കൂടെ മീൻസ് കണക്റ്റഡ് ആയി നമുക്ക് സ്റ്റാറ്റിക് ചെയിൻ ഉണ്ടാക്കാം. അപ്പം ഇതാണ് അതിനൊരു എക്സാമ്പിൾ. കാരണം ഇവിടെ നെസ്റ്റിങ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നെസ്റ്റിങ് പോയേക്കണത്, ദർ ഇസ് എ പ്രൊസീജിയർ എ ബീനെ വിളിക്കുന്നു, പ്രൊസീജിയർ എ ഈസ് കോളിങ് ഇ, ദെൻ ഇ കോൾസ് ബി. ഓക്കെ, ആ നെസ്റ്റിങ് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും ലെഫ്റ്റ്, എ ഈസ് കോളിങ് ഇ കോൾസ് ബി, ദെൻ ബി ഈസ് കോളിങ് ഡി, ദെൻ ഡി കോൾസ് സി. അങ്ങനെയാണ് കോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യത്തെ പ്രൊസീജിയറിനെ, അപ്പോൾ നമ്മുടെ മെമ്മറിയിലൊരു പോർഷനാണ് സ്റ്റാക്ക്, അവിടെയാണ് നമുക്കറിയാം ഇതുപോലെ സബ് റൂട്ടീൻസ് വന്നാൽ നമ്മൾ അവിടെയാണ് സ്റ്റോർ ചെയ്യണത്. ആക്ച്വലി മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു കോഡ്, സ്റ്റാക്ക്, ഹീപ്പ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, മെമ്മറി ലേഔട്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, സബ് റൂട്ടീൻസ് എപ്പോഴും നമ്മൾ സ്റ്റാക്ക് പോർഷനിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ കോളിംഗ് ഓർഡറിൽ തന്നെ, അതായത് ഇപ്പോൾ ഏറ്റവും കറണ്ട് വൺ സി ആയിരിക്കും ഏറ്റവും ടോപ്പിൽ, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഇത് വരച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്താണ് സ്റ്റാറ്റിക് ലിങ്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സാമ്പിൾ കാണിക്കാം. സോ ഈ കേസിൽ നോക്കിക്ക്, എ ആദ്യം പോയി, ബിക്കോസ് എ ഈസ് കോളിങ് ഇ പിന്നെ വന്നു, then B is calling what, D വന്നു, പിന്നെ C. ഓക്കെ, ഇതിൻ്റെ സ്റ്റാറ്റിക് ലിങ്കാണ് ആ ആരോ വെച്ചത് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോക്കിക്ക്, സീനെ സംബന്ധിച്ച് അതിൻ്റെ സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പേരൻ്റായ ബിയിലോട്ട്. ഡീനെ സംബന്ധിച്ചും ആരാണ് പേരൻറ്റ്, ബി. ഇനി ബിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, എയിലോട്ട്, ബിക്കോസ് എ ഈസ് ദ സ്റ്റാറ്റിക് പേരൻറ്റ് ഓഫ് ബി. ആൻഡ് എയിലോട്ട് പിന്നെ വേറൊരു ലിങ്ക് കൂടെ വന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫ്രം ഇ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റിക് ചെയിൻ, സ്റ്റാറ്റിക് ലിങ്ക്. ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതിനെ സ്റ്റാറ്റിക് ചെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സ്റ്റാറ്റിക് ചെയിൻ ഡീറെഫറൻസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എനിക്ക് എയിലുള്ള വേരിയബിൾ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ച്, അതായത് എ നിൽക്കുകയാണെങ്കിൽ എനിക്ക് സിയിലുള്ളൊരു വേരിയബിൾ ആക്സസ് ചെയ്യണം. അതായത് ഇപ്പോൾ എയിനെ സംബന്ധിച്ച് സിയിലുള്ള വേരിയബിൾ ഓർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ലോക്കൽ. നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, നോക്കിക്കേ. If a subroutine is declared at the outermost nesting level of the program, അപ്പോൾ ഔട്ടർമോസ്റ്റ് നെസ്റ്റിംഗ് ആണ് നമുക്ക് നേരെ ആക്സസ് ചെയ്യാമല്ലോ, അത് ലോക്കൽ ഒബ്ജക്റ്റ്, കുഴപ്പമില്ല. അതല്ല, ഇഫ് സബ്റൂട്ടീൻ ഈസ് നെസ്റ്റഡ് അറ്റ് k ലെവൽസ് ഡീപ്പ്, നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഒരു സ്റ്റാറ്റിക് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ മതി ഓഫ് ലെങ്ത് k. അതായത് നമുക്ക് ആ k ലെവൽസ് താഴെ നമ്മുടെ സോ കോൾഡ് ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഈ സ്റ്റാറ്റിക് ലിങ്ക് ഫോളോ ചെയ്താൽ മതിയെന്ന് അല്ലേ. ഇപ്പോൾ സിയിൽ നിന്ന് എയിൽ ആക്സസ് ചെയ്യാൻ സിയിൽ നിന്ന് ആദ്യം ബി വരും, ബിയിൽ നിന്ന് എ വരും. ഓക്കെ, ഇങ്ങനെ. അതായത് ഇന്നർമോസ്റ്റ് സ്കോപ്പിൽ നിന്ന് നമ്മൾ ഔട്ട്വേർഡ് സെർച്ച് ചെയ്ത് വന്നിട്ടല്ലേ നമുക്ക് സ്കോപ്പ് കണ്ടുപിടിക്കേണ്ടത്, അതല്ലേ പറഞ്ഞത്. അതിനൊരു മാർഗ്ഗമാണ് ഈ ലിങ്കിൻ്റെ ഒരു ഇൻ്റർ കണക്ഷനാണ് സ്റ്റാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോർഷൻ തീർന്നു കേട്ടോ. നെസ്റ്റഡ് സബ് റൂട്ടീൻ എങ്ങനെയാണ്, അതിനകത്ത് സ്കോപ്പ് റൂള്, അതിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ്, അത് തീർന്നു. നെസ്റ്റഡ് സബ് റൂട്ടീൻ എന്നുള്ള പോർഷൻ നമ്മൾ തീർന്നു. ഓക്കെ, ഇനി വരുന്ന സാധനമാണ് എന്ത്, ഡിക്ലറേഷൻ ഓർഡർ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ഇൻറ്റ് സി ഉണ്ട്, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടിനകത്ത്, ഫണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത്. അപ്പോൾ ആ സിയുടെ ഡിക്ലറേഷൻ കഴിഞ്ഞ് താഴത്തോട്ടാണോ അതിൻ്റെ സ്കോപ്പ്, അതോ ആ വോയിഡ് ഫണ്ട് മുഴുവൻ അതിൻ്റെ ഒരു സ്കോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലാംഗ്വേജസ്. ബിക്കോസ് സ്കോപ്പ് ഓഫ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് ഐദർ ഇൻ ഹോൾ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ടു ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക്. യൂസ് ഓഫ് ബൈൻഡിങ്ങോ ഓൺലി ആഫ്റ്റർ ഡിക്ലറേഷൻ ഓർ ഇൻ ദ എൻറ്റയർ സ്കോപ്പ്, അല്ലെങ്കിൽ ആ എൻറ്റയർ ബ്ലോക്ക്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം, സ്കോപ്പ് ആൻഡ് യൂസ് ഓഫ് ബൈൻഡിങ്. പക്ഷേ ലാംഗ്വേജസ് ഇതിനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്, ഓരോ റൂളുണ്ട്. അതായത് മോസ്റ്റ്ലി ലാംഗ്വേജസ് 2A, അതായത് ഓൺലി ആഫ്റ്റർ ഡിക്ലറേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ പാസ്കൽ മാത്രം 1A യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഓൺലി
only after declaration and also in the whole block. അപ്പോൾ ആൽഗോൾ 16 ലിസ്പിലൊക്കെ ഡിക്ലറേഷൻസ് എല്ലാം ആദ്യം വരണം, അതായത് സ്കോപ്പിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ വേണം. പാസ്കലിൽ മാത്രം അത് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, മസ്റ്റ് ബി ഡിക്ലെയർ ബിഫോർ ദേ ആർ യൂസ്ഡ് ആൻഡ് ഓൾസോ ദ സ്കോപ്പ് ഓഫ് ഡിക്ലറേഷൻ ഈസ് ഇൻ ദ എൻറ്റയർ സറൗണ്ടിങ് ബ്ലോക്ക്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പാസ്കലിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഡിക്ലെയർ ബിഫോർ യൂസ് ആൻഡ് ഇൻ ഹോൾ സ്കോപ്പ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിയാൽ ഈ ഒരു പ്രോഗ്രാം പാസ്കലിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാറ്റിക് സെമാൻറ്റിക് എറർ വരും. ദാറ്റ് മീൻസ് കോൺസ്റ്റൻറ്റ് എൻ ഓക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഫൂവിൻ്റെ ഔട്ട്വേർഡാണ്. ഫൂവിലെത്തിയപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, ഡയറക്റ്റ് എം ഈസ് ഈക്വൽ ടു എൻ, എൻ്റെ വാല്യൂ എമ്മിലോട്ട് എടുത്ത് വെച്ചു. പക്ഷേ അവിടെ പാസ്കലിന് ഫോളോ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഡിക്ലറേഷൻ ഈസ് ഔട്ട്സൈഡ് ഫൂ. ഓക്കെ, ഇഫ് ദാറ്റ് കോൺസ്റ്റൻറ്റ് എൻ ഈസ് ഈക്വൽ ടു 10 ഡിക്ലറേഷൻ ഇൻസൈഡ് ഫൂ ആയിരുന്നു, ഒരു പക്ഷേ ഇവിടെ ഒരു എററും വരില്ലായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്തേനെ. പക്ഷേ അഡ C++, ഓർ ജാവ ഇതിനകത്തൊന്നും ഈ ഒരു പ്രോഗ്രാമിൽ എറർ വരില്ല, ബിക്കോസ് എന്താണ്, ഓൾറെഡി ഒരു എൻ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് താഴെ വരെ കിട്ടും. ഒരു വ്യത്യാസം ഇതേ ഉള്ളൂ, ഇപ്പോൾ എമ്മിലോട്ട് 10 വാല്യൂ കയറുള്ളൂ, അല്ലാണ്ട് എറർ ഒന്നും വരത്തില്ല. അതാണ് വ്യത്യാസം. അതായത് പാസ്കലിൻ്റെ റൂള് അത്ര സ്വീകാര്യമല്ലാത്തത് കൊണ്ട് പിന്നെ വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആ ഡിക്ലെയർ ബിഫോർ യൂസ് എന്നുള്ളത് ഡിഫൈൻ ബിഫോർ യൂസായി. C# വന്നപ്പോൾ ഈ ഡിക്ലറേഷൻ ബിഫോർ യൂസും നമ്മുടെ ഹോൾ സ്കോപ്പ് നൊട്ടേഷനൊക്കെ ഒന്നോടെ അതിനകത്ത് ഇംപ്ലിമെൻറ്റഡ് ആയി. പിന്നെ മോഡ്യൂള 3 വന്നു കഴിഞ്ഞപ്പോൾ സ്കോപ്പ് ഓഫ് ഡിക്ലറേഷൻ എൻറ്റയർ ബ്ലോക്ക്. അതായത് ഇപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഓരോ ടൈപ്പ് ഓഫ് ഡിക്ലറേഷൻ ഓർഡറാണ്, അതിൻ്റെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ സ്കോപ്പ്. ഓക്കെ, ഇപ്പോൾ സ്കീമിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സ്കീമിൽ ലെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഹോൾ ബ്ലോക്കിൻ്റെ സ്കോപ്പ് കാണിക്കാൻ ഓർ ഡിക്ലറേഷൻ ടു ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക് കാണിക്കാൻ ഉപയോഗിക്കുന്നത്. ഹോൾ ബ്ലോക്കിൻ്റെ സ്കോപ്പ് കാണിക്കാൻ ലെറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും ലെറ്ററെക് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഡിക്ലറേഷൻ ടു ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക് കാണിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കീം എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് കൊണ്ട് ഇറ്റ്സ് എ ഫംഗ്ഷണൽ ലാംഗ്വേജ്, അതിനകത്ത് ഹോൾ ബ്ലോക്ക് സ്കോപ്പ് ഉണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഫോളോയിങ് ഡിക്ലറേഷൻ ടു എൻഡ്. ഈ എക്സാമ്പിൾ കാണിച്ചേക്കണേ അത് തന്നെയാണ്, ഇതിനകത്ത് ലെറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ദാറ്റ് മീൻസ് വി ആർ ഡിഫൈനിങ് എ ഹോൾ ബ്ലോക്ക് സ്കോപ്പ്, റൈറ്റ്. അപ്പോൾ ഈ കേസിൽ ലെറ്റ് ഉപയോഗിച്ച് ആദ്യം എക്ക് 1 അസൈൻ ചെയ്തു, ദെൻ ഇന്നർ സ്കോപ്പിൽ എക്ക് 2 അസൈൻ ചെയ്തു, ദെൻ എനെ ബിയിലോട്ട് അസൈൻ ചെയ്തു, ദെൻ ബി റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഈ കേസിൽ വാല്യൂ റിട്ടേൺ ചെയ്യണേ 1 ഉള്ളൂ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, A2 അതായത് 2 എയിലോട്ട് അസൈൻ ചെയ്തപ്പോൾ ആ രണ്ടാമത്തെ ബ്രാക്കറ്റ് അവിടെ ക്ലോസ്ഡ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് ആ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ വി ക്യാൻ സേ വാട്ട്, ദെൻ ആ A ഈസ് ഈക്വൽ ടു 1 എന്നുള്ള സ്കോപ്പ് ആ ഹോൾ ബ്ലോക്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എൻറ്റയർ ബ്ലോക്ക് സ്കോപ്പാണ് പറയുന്നത്. സോ ഫൈനലി ബിയുടെ വാല്യൂ 1 പറയത്തുള്ളൂ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഒന്ന് മനസ്സിലാവാൻ, വാട്ട് ഈസ് സ്കീം, വാട്ട് ഈസ് ഹോൾ ബ്ലോക്ക് സ്കോപ്പ്, വാട്ട് ഈസ് ലെറ്റ്, ആ ഒരു ഇൻട്രോ നിങ്ങൾക്ക് കിട്ടാം. ഇനി വരുന്ന മോഡ്യൂൾസിൽ 3rd മോഡ്യൂളിലും 4th മോഡ്യൂളിലൊക്കെ ആയിട്ട് നിങ്ങൾ സ്കീം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർക്കുക, ഡിക്ലറേഷൻ ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അത് ഓരോ ലാംഗ്വേജിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മാറിയിരിക്കും. ഓക്കെ, ഓരോ ലാംഗ്വേജിനും ഓരോ ഓർഡറാണ്, ഓരോ റൂളാണ്, അതിനനുസരിച്ചിരിക്കും എൻ്റെ സ്കോപ്പ് റൂൾ. ഇനി ഡിക്ലറേഷൻസ് ആൻഡ് ഡെഫിനേഷൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനേഷൻ? നിങ്ങൾക്കറിയാം, ഡിക്ലറേഷൻ മീൻസ് എ നെയിം ആൻഡ് ഇറ്റ് സ്കോപ്പ്, ഡെഫിനേഷൻ ഓൺലി ഡിസ്ക്രൈബ്സ് ഒബ്ജക്റ്റ്. കണ്ടോ, അതിനൊരു എക്സാമ്പിളാണ് ഇത്. സ്ട്രക്ട് മാനേജർ ഈസ് എ ഡിക്ലറേഷൻ ഓൺലി ആൻഡ് അതിൻ്റെ ഡെഫിനേഷൻ നോക്കിക്കേ, ഇത് സ്ട്രക്ചർ ആട്ടോ. സിയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ, അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കൺസിഡർ ചെയ്യുന്ന സാധനം, ഓക്കെ, നെസ്റ്റഡ് സബ് റൂട്ടീൻ തീർന്നു, ഡിക്ലറേഷൻ ഓർഡർ തീർന്നു. ഇനി വരുന്നത് നെസ്റ്റഡ് ബ്ലോക്സ്. ഓക്കെ, വാട്ട് ഈസ് എ നെസ്റ്റഡ് ബ്ലോക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് എ യൂസർ ഡിഫൈൻഡ് ലോക്കൽ സ്കോപ്പ്. അത് നെസ്റ്റ് ചെയ്ത് വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, അങ്ങനെ ലോക്കൽ വേരിയബിൾസ് എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ സബ് റൂട്ടീൻ്റെ കേസിൽ പറഞ്ഞോണെ, മീൻസ് ഒരു പർട്ടിക്കുലർ ബ്ലോക്കിൽ ലോക്കലായിട്ട് വരുവാണെങ്കിൽ ലോക്കൽ വേരിയബിളാണ്, അതല്ലാണ്ട് നോൺ ലോക്കൽ വേരിയബിൾസ് ഓർ ഒബ്ജക്ട്സ് വരാം. അത് കാരണം നെസ്റ്റഡ് ഡിക്ലറേഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് നെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടക്കില്ല, ബിക്കോസ് ഇതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് പ്രോഗ്രാം കുറച്ചുകൂടി ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നു, ഇൻ്റർഫറൻസ് വേറെ വേരിയബിൾസ് ഒത്തിരി വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിൽ അവർ തമ്മിൽ ഇൻ്റർഫറൻസ് കുറയും. പിന്നെ റൺ ടൈം വർക്ക്, അതായത് സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് കുറച്ചുകൂടെ റൺ ടൈമിൽ. നെസ്റ്റഡ് സ്കോപ്പ് അല്ലെങ്കിൽ നെസ്റ്റഡ് ബ്ലോക്കാണ്. അപ്പോൾ നെസ്റ്റഡ് ബ്ലോക്ക് ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ നെസ്റ്റഡ് ബ്ലോക്ക്. അപ്പോൾ ആ കേസിൽ ഈ പറഞ്ഞോണം നമ്മൾ വി ആർ സെർച്ചിങ് ഔട്ട്വേർഡ്സ് ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് സ്റ്റാറ്റിക് സ്കോപ്പ് അല്ലേ. ഇനി വരുന്നത് മൊഡ്യൂൾസ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഒരു പ്രോഗ്രാമിനെ വെച്ച് നോക്കുമ്പോൾ. വാട്ട് ഈസ് എ മൊഡ്യൂൾ? അത് നിങ്ങൾക്കറിയാം, ഇൻഡിപെൻഡൻറ്റ് സെപ്പറേറ്റഡ് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് മൊഡ്യൂളറൈസേഷൻ. ഇങ്ങനെ ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് മൊഡ്യൂൾസ് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണിത്? ഇൻഫോർമേഷൻ ഹൈഡിങ് വെൽ എക്യുപ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, പ്രോഗ്രാമറിൻ്റെ ലോഡ് കുറയ്ക്കുന്നു, ഇൻഫോർമേഷൻ ഹൈഡിങ്
ഒരു പരിധി വരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായത് നെയിം കോൺഫ്ലിക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. ദെൻ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇൻറ്റഗ്രിറ്റി സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നു. റൺ ടൈം എറർ, എസ്പെഷ്യലി നമുക്ക് എറർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 10 മോഡ്യൂൾ ഉണ്ടെങ്കിൽ ഒരു മോഡ്യൂളിലെ എറർ വന്നെങ്കിൽ ആ മോഡ്യൂൾ മാത്രം നമ്മൾ റീഅലോക്കേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നിനും അത്, അതായത് ഒരു കമ്പാർട്ട്മെൻറ്റലൈസേഷൻ അവിടെ വരുന്നു. അപ്പോൾ ആ എറർ ഹാൻഡ്ലിങ് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള മോഡ്യൂൾസിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇഫ് യു ആർ കൺസിഡറിങ് സ്കോപ്പ് റൂൾസ്. ദെൻ എൻക്യാപ്സുലേറ്റിംഗ് ഡേറ്റ ആൻഡ് സബ് റൂട്ടീൻസ്. ഇപ്പോൾ നമ്മൾ സബ് റൂട്ടീൻസ് വെച്ച് ഇത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ പറ്റില്ല. ബിക്കോസ് സബ് റൂട്ടീൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം ഒരു പർട്ടിക്കുലർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ റൂട്ടീൻ തുടങ്ങിയത് തീരുമ്പോഴത്തേനും അതിൻ്റെ സ്കോപ്പ് തീരുകയാണ്. ഓക്കെ, പാർഷ്യൽ സൊല്യൂഷൻസ് ഉണ്ട്, ഫോർട്രാനിൽ സേവ്, സിയിൽ സ്റ്റാറ്റിക്, ആൽഗോളിൽ ഓൺ എന്നൊക്കെ പറഞ്ഞാലും ഈ എൻക്യാപ്സുലേറ്റിംഗ് ഡേറ്റ ഓർ ഇൻഫോർമേഷൻ ഹൈഡിങ് കംപ്ലീറ്റ് ആവുന്നില്ല. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് വേരിയബിൾസിന് ഈ പറയുന്ന കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് എന്താ പറയുക, മെമ്മറി, ഒരു പർട്ടിക്കുലർ മെമ്മറി അതിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിയിൽ നിന്ന് അതിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സിംഗിൾ സബ് റൂട്ടിൻ്റെ ഉള്ളിൽ അത് നിൽക്കുള്ളൂ. മൾട്ടിപ്പിൾ അതായത് അബ്സ്ട്രാക്ഷൻ ഒരു സിംഗിൾ ലെവലിൽ നിന്നു. അങ്ങനെ നിങ്ങൾ ആ ഡിസഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ച് നോക്കുക. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫൈനലി വാട്ട് വി ആർ സേയിങ് ഈസ്, ഇപ്പോൾ വരുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഈ മോഡ്യൂളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ മോഡുല, ക്ലൂ, ദെൻ ജാവയിൽ നമ്മൾ മോഡ്യൂളിനെ പാക്കേജ് എന്നാണ് വിളിക്കുക. C++ലും C#ലും PHPയിലും ഒക്കെ നെയിം സ്പേസ് എന്നാണ് വിളിക്കുക. ഓക്കെ, മോഡ്യൂൾസ് ഈസ് പ്രസൻറ്റ് എവരിവെയർ. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ പറയുവാണ് ഈ മോഡ്യൂൾ ആക്കുന്നത് കൊണ്ട് നമുക്കൊരു വി ആർ ഗെറ്റിംഗ് ഒരു പർട്ടിക്കുലർ അബ്സ്ട്രാക്ഷനിനെ സിംഗിൾ ഒരു ഇൻഡിപെൻഡൻറ്റ് പാർട്ടായിട്ടൊരു അബ്സ്ട്രാക്ഷൻ കിട്ടുന്നു. അവിടെ നമുക്ക് നമ്മുടേതായ ലോക്കൽ സ്കോപ്പ് കിട്ടുന്നു. അവിടെ ഒരു സ്കോപ്പ് റൂൾ നമുക്ക് പറയാൻ പറ്റുന്നു. ഹൗ? അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് സ്റ്റാക്കാണ് പറഞ്ഞേക്കുന്നത്. മോഡുല 2ലാണ് ഇത്. സ്റ്റാക്കിൻ്റെ ഫുൾ പ്രോഗ്രാമിൽ ജസ്റ്റ് എ പ്രോട്ടോടൈപ്പ് അത്രയേ ഉള്ളൂ. ഫസ്റ്റ്ലി നമുക്കൊരു കോൺസ്റ്റൻറ്റ്, അതായത് കോൺസ്റ്റൻ്റ് ഉണ്ട്, സ്റ്റാക്ക് സൈസ്, ദെൻ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട് എലമെൻറ്റിന് വേണ്ടി, ദെൻ വി ആർ ക്രിയേറ്റിംഗ് എ മോഡ്യൂൾ നെയിം സ്റ്റാക്ക്. ഓക്കെ, അതിനകത്തേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ സ്റ്റാക്കിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതാണ്. മോഡ്യൂൾസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതാണ്. വേറെ മോഡ്യൂൾസ്, സെപ്പറേറ്റ് മോഡ്യൂൾസ്, പക്ഷേ modules can be interconnected via interfaces, right? In an example ആണ് this import, export, etc. We are importing element stack size and we are exporting push, pop, etc. Then നമ്മൾ സ്റ്റാക്ക് ഇൻഡെക്സ്, അതായത് അതിൻ്റെ സൈസ് പറഞ്ഞു, ദെൻ ആരായി ഡിക്ലെയർ ചെയ്തു, സ്റ്റാക്കിൻ്റെ എലമെൻസിനെ കാണിക്കുക, ദെൻ ടോപ്പിൻ്റെ കാര്യം അത് ഡിക്ലെയർ ചെയ്തു, ദെൻ പറയുകയാണ് പുഷ് എങ്ങനെയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ടോപ്പും സ്റ്റാക്ക് സൈസ് ഈക്വൽ ആണോ എന്ന് നോക്കും. അങ്ങനെയാണ് ഓവർഫ്ലോ കയറ്റാൻ പറ്റില്ല. എൽസ് കേസിലാണെങ്കിൽ മാത്രം ഒരു എലമെൻറ്റ് പുഷ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ടോപ്പ് +1 ആണോ, ദെൻ അതർവൈസ് പോപ്പ്, അതായത് ടോപ്പ് 1 ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അണ്ടർഫ്ലോ കണ്ടീഷൻ, അതായത് ഒന്നുമില്ലെങ്കിൽ കളയാൻ പറ്റില്ലല്ലോ. എൽസ് കേസ് ആണെങ്കിൽ മാത്രം നമ്മൾ പോപ്പ് ചെയ്തെടുക്കുന്നു. ദെൻ വീണ്ടും ടോപ്പ് 1 അല്ലേ. അത് നിങ്ങൾക്കറിയാം സ്റ്റാക്കിൻ്റെ ജനറൽ ഫങ്ഷനാലിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ് ഈസ് വി ആർ ഹാവിങ് 2 എലമെൻറ്റ് X and Y. ദെൻ വി ക്യാൻ പുഷ് ഓഫ് X അല്ലേ, do the push by push of X, and we can pop a particular element and store. That is, we are popping out an element and with the module concept the same stack processes are done, but the level of abstractions and fineness of detailing is very good. അതാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ദെൻ പറയുന്നത് imports and exports. അത് ഞാൻ പറഞ്ഞു. വേരിയബിൾസ് ആർ എക്സ്പോർട്ടഡ്, ക്യാൻ ബി ഇമ്പോർട്ടഡ്. ഇഫ് മോഡ്യൂൾസ് ക്യാൻ import or export, then they are of closed scope, otherwise they are of open scope. Then closed scope in examples Euclid, Modula, then open scopes C#, Java, then modules open scope ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ടുണ്ട്, ആൽഗോൾ ഫാമിലി. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോഡ്യൂളും ഒരു സിംഗിൾ അബ്സ്ട്രാക്ഷനെ ആയിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മളൊരു സ്റ്റാക്കിൻ്റെ കാര്യം പറഞ്ഞു, അതൊരു സിംഗിൾ മോഡ്യൂളായിട്ട് പറഞ്ഞു. അപ്പോൾ ഒറ്റ മോഡ്യൂളിൽ ഒറ്റ അബ്സ്ട്രാക്ഷനെ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഒരു മോഡ്യൂൾ തന്നെ പല സ്റ്റാക്സ്, അതായത് പല അബ്സ്ട്രാക്ഷൻസ് വേണം. സ്റ്റാക്ക് ഒരു എക്സാമ്പിൾ മാത്രമാണ്, പല അബ്സ്ട്രാക്ഷൻസ് വേണം. പോസിബിൾ ആണോ? യെസ്, പോസിബിൾ ആണ്. വി ക്യാൻ യൂസ് മോഡ്യൂൾസ് ആസ് മാനേജേഴ്സ്. അതിന് എക്സാമ്പിളാണ് ക്ലൂ. അങ്ങനത്തെ എന്താ സംഭവിക്കുന്നത്, നേരത്തെ പ്രോഗ്രാമിൽ വരുന്ന വ്യത്യാസം നോക്കിയാൽ ഹിയർ വി ആർ ക്രിയേറ്റിംഗ് എ മോഡ്യൂൾ നെയിം സ്റ്റാക്ക് മാനേജർ ആൻഡ് വി ആർ importing element stack size as usual, and also we are exporting stacks. Okay, there are multiple stack. Okay, and in each stack means number of stacks. അപ്പോൾ ഇതാണ് വരുന്ന വ്യത്യാസം. അപ്പോൾ ഒന്നിൽ കൂടുതൽ അബ്സ്ട്രാക്ഷൻ നമുക്കൊരു മോഡ്യൂളിൽ വരുത്താം. ഓക്കെ, നോക്കിക്കുക ആ ഫൈനൽ ഔട്ട്പുട്ട് നോക്കിയ വേരിയബിൾ A and B ഉണ്ട്, സ്റ്റാക്ക് എക്സും വൈ, അതായത് എയും ബിയും 2 സ്റ്റാക്കുണ്ട്, എക്സും വൈയും എലമെൻറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം
മറ്റേ എയിലോട്ട് ഒരു വാല്യൂ പുഷ് ചെയ്യാം, സ്റ്റാക്ക് എയിലോട്ടൊരു വാല്യൂ പുഷ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അടുത്ത സ്റ്റാക്കിൽ നിന്ന് നമുക്ക് പോപ്പ് ചെയ്യാം. അതായത് കണ്ടോ, മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റീസ്. ഇതൊക്കെ ഒരു സബ് റൂട്ടീനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നടക്കില്ല. സോ മൊഡ്യൂൾ ഈസ് എ നെസസിറ്റി. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ, വിത്ത് മോഡ്യൂൾസ് ആൻഡ് മാനേജർ വി ആർ ഹാവിങ് മോർ ദാൻ വൺ സ്റ്റാക്ക്, അതായത് മോർ ദാൻ വൺ അബ്സ്ട്രാക്ഷൻ. പക്ഷേ അവിടെ ഓരോ സ്റ്റാക്കിനും ഓരോ പെയർ ഓഫ് പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസ് വേണ്ടി വരുന്നു. അത് പക്ഷേ ഇറ്റ് ഈസ് എ വേസ്റ്റ്ഫുൾ, അതായത് ഇതുപോലെ വേസ്റ്റ് ആക്കുവാണ്. മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് കോഡ് ഉണ്ടാക്കുന്നു, അത്രയും കോംപ്ലക്സിറ്റീസ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൊഡ്യൂൾ ടൈപ്പ് ആക്കി. ടൈപ്പ് സ്റ്റാക്ക് ഈസ് ഈക്വൽ ടു മൊഡ്യൂൾ, കണ്ട പ്രോഗ്രാമിൽ. അപ്പോൾ അതും കൊണ്ട് വരുന്ന വ്യത്യാസം എന്താ, ഒത്തിരി അബ്സ്ട്രാക്ഷൻസ്, ഒരു സിംഗിൾ പുഷ് ആൻഡ് പോപ്പ്. അപ്പോൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തെടുത്ത് വരുന്നു. ഇനി ഇച്ചിരിയോടെ മോഡ്യൂളിൻ്റെ ഒരു ഫൈനൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ ആ ടൈപ്പിലോട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ കൊണ്ടുവരുന്നു. അതായത് വി ആർ ഇൻക്ലൂഡിങ് ക്ലാസ്, എക്സാമ്പിൾ ജാവ, C++, ഇപ്പോഴത്തെ എല്ലാ ലാംഗ്വേജസും. ഇനി മോഡ്യൂൾസ് തന്നെ മതി, ക്ലാസ് വേണ്ട, അല്ലെങ്കിൽ ക്ലാസ് തന്നെ മതി, മോഡ്യൂൾസ് വേണ്ട, ആ ഒരു ഇതിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ കണ്ടോ, ഒരു കോംപ്ലക്സ് ഗെയിം നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതിനകത്ത് മോഡ്യൂൾസും വേണം, ക്ലാസ്സും വേണം. രണ്ടിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. അതായത് രണ്ട് വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ മൊഡ്യൂൾസിനകത്ത് ക്ലാസ്സും കൂടെ വരുമ്പോൾ കുറേ അധികം ഫങ്ഷനാലിറ്റീസും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ സ്കോപ്പ് റൂൾ കാണുമ്പോഴും പഠിക്കുമ്പോഴും ഈ ഒരു കാര്യം കൂടെ, അതായത് ഈ സെവറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിൻ്റെ ഈ പറഞ്ഞ കുറേ ആസ്പെക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം, എന്നാലാണ് അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇനി അടുത്ത വരുന്നൊരു ടോപ്പിക്കാണ് ഡൈനാമിക് സ്കോപ്പിംഗ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആണ് ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ ഹിയർ ദ ബൈൻഡിങ് ഈസ് ബിറ്റ്വീൻ നെയിം ആൻഡ് ഒബ്ജക്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ഡൺ അറ്റ് റൺ ടൈം. അതല്ലേ, ഓക്കെ. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാൻ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമ്മൾ സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആണ് ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഡൈനാമിക് സ്കോപ്പിംഗ് ആണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടൊരു പ്രോഗ്രാമാണ്. നോക്കുക, ദർ ഇസ് ഓക്കെ, ഫസ്റ്റ് ലൈനിൽ എന്താണ് ഒരു മെയിനാണെന്ന് വിചാരിച്ചോ, മെയിൻ പ്രൊസീജിയർ. ഓക്കെ, അതിനകത്തൊരു എന്ന് പറഞ്ഞൊരു ഇൻറ്റീജർ നമ്മൾ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ദർ ഈസ് എ പ്രൊസീജിയർ, ഫസ്റ്റ് അവിടെ എൻ്റെ വാല്യൂ 1 ആക്കിയിട്ടുണ്ട്. ദർ ഈസ് എ സെക്കൻഡ് പ്രൊസീജിയർ, ദെൻ അവിടെ വീണ്ടും അതിനൊരു റീഡിക്ലറേഷൻ, അതിനെയാണ് നമ്മൾ ലോക്കൽ ഡിക്ലറേഷൻ എന്ന് പറയുക. അവിടെ ഫസ്റ്റിനെ മീൻസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ എന്നിൻ്റെ വാല്യൂ സെക്കൻഡിൽ വരുമ്പോൾ ലോക്കലായിട്ട് 2 ആയി. പിന്നെ ദർ ഈസ് എ റീഡ് ഇൻറ്റീജർ എന്ന് പറഞ്ഞ ഫംഗ്ഷനുണ്ട്. അപ്പോൾ അത് എപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആവുന്നു നമ്മൾ സെക്കൻഡിനെ കോൾ ചെയ്യും, എൽസ് കേസ് ആണ് ഈ ഫസ്റ്റിനെ. എന്നിട്ട് റീഡ് ഇൻറ്റീജർ വഴി ഏത് വാല്യൂ, അതായത് either പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷനെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന അതെന്താണോ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നു. അതായിരിക്കും അപ്പോൾ ഈ എന്നിൽ വരുന്ന വാല്യൂ ആയിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കേസിൽ ഇപ്പോൾ ഞാൻ സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഓക്കെ, ഞാനൊരു നെഗറ്റീവ് പോസിറ്റീവ് നമ്പർ കൊടുക്കണം. ഓക്കെ, ഇനി പോസിറ്റീവ് നമ്പറാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. അതായത് റീഡ് ഇൻറ്റീജർ ഇപ്പോൾ റീഡ് ചെയ്തെടുത്ത ഒരു പോസിറ്റീവ് നമ്പറാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എന്ത് ചെയ്യും, സെക്കൻഡിനെ കോൾ ചെയ്യും. സെക്കൻഡിനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഓക്കെ, ദർ ഈസ് അവിടെ ഒരു ലോക്കൽ ഡിക്ലറേഷൻ എന്നിന് വന്നിട്ടുണ്ട്, പ്ലസ് ഫസ്റ്റിനെ കോൾ ചെയ്തിട്ടുണ്ട് സെക്കൻഡിന്. അപ്പോൾ അത് ഫസ്റ്റിലോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഫസ്റ്റിലോട്ട് ചെല്ലുമ്പോൾ നിൽക്കുന്നു അവിടെ ഒരു എൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏത് എന്നാണ്, ഈ താഴെ പറഞ്ഞേക്കണം ലോക്കൽ ഡിക്ലറേഷൻ എന്താണ് അതോ ഗ്ലോബൽ ഡിക്ലറേഷൻ എന്നാണ്. ഓക്കെ, റിമെമ്പർ ദിസ് ഇസ് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആൻഡ് വി ആർ ഡീലിംഗ് വിത്ത് ദ ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പിംഗ് ഓർ ലെക്സിക്കൽ സ്കോപ്പിംഗ്. അത് ആ ഗ്ലോബൽ എൻ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിലെ എൻ ആ ഗ്ലോബൽ എൻ ആവും, അതിൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ താഴത്തെ എന്നിൻ്റെ വാല്യൂ 1 ആവും. അപ്പോൾ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും, ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി ശരി, മീൻസ് നമ്മൾ കൊടുക്കുന്നു സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്, നമ്മുടെ വാല്യൂ മീൻസ് നെഗറ്റീവാണ്, അതായത് ലെസ് ദാൻ 0 ആണ്. ഇപ്പോൾ എന്ത് ചെയ്യും, ആ സെക്കൻഡിലോട്ട് പോലും LKC പോകും. അതായത് ഞാനിപ്പോൾ ഇനി കൊടുക്കുന്ന ഇൻപുട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ നേരെ ഫസ്റ്റിലോട്ട് വരും. ഫസ്റ്റിലോട്ട് വരുമ്പോൾ ഓക്കെ, പ്രൊസീജിയർ ഫസ്റ്റ് ചെല്ലുന്നു. അവിടെ എന്നിനൊരു ഡിക്ലറേഷനുണ്ട്. അതുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ബൗണ്ട് ചെയ്ത് വരുന്നത് ഔട്ടർ മോസ്റ്റ് സ്കോപ്പിൽ വരുന്ന ഏതാണ്, ആ ഗ്ലോബൽ ഡിക്ലറേഷൻ. സോ നാച്ചുറലി എൻ്റെ വാല്യൂ ഇപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ സ്റ്റാറ്റിക് സ്കോപ്പ് ആണെങ്കിൽ ഫോളോ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി മാറ്റി നമ്മൾ ഡൈനാമിക് സ്കോപ്പിക്കിലോട്ട് പോവുക. സെയിം പ്രൊസീജിയർ, ഇഫ് ഐ എം ഗീവിങ് എ പോസിറ്റീവ് വാല്യൂ, അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സെക്കൻഡിലോട്ട് പോകും. സെക്കൻഡിൽ എന്താ സംഭവിച്ചേക്കുന്നത്, ദർ ഈസ് റീഡിക്ലറേഷൻ, ഐ മീൻ എൻ ഈസ് ഡിക്ലെയർഡ് ആൻഡ് ഫസ്റ്റ് ഈസ് കോൾഡ്. ഫസ്റ്റ് ചെല്ലുന്നു, അവിടെ ഒരു എണ്ണുണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ സെക്കൻഡിൽ നിന്നാണ് ഫസ്റ്റിനെ വിളിച്ചേക്കണേ, റൈറ്റ്. സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ എന്നിൻ്റെ വാല്യൂ 2 ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറലി എന്തായിരിക്കും, അതായത് ഡൈനാമിക് സ്കോപ്പിങ്ങിൽ നമ്മൾ
ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് ഒരു പോസിറ്റീവ് ഇൻപുട്ടാണ് കൊടുക്കണമെങ്കിൽ ഡൈനാമിക് സ്കോപ്പിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സെക്കൻഡിൽ നിന്നാണ് ഫസ്റ്റിനെ വിളിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ആ 2 അതായത് ഏറ്റവും റീസെൻറ്റ് ബൈൻഡിങ് ആ 2 ആണ്. ആ 2 ആയിരിക്കും ഫൈനൽ ഔട്ട്പുട്ട്. അതർവൈസ് ഇനിയിപ്പോൾ ഞാനൊരു നെഗറ്റീവ് വാല്യൂ കൊടുക്കുകയെന്ന് വെച്ചു. നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ എൽസ് പോർഷനോട്ടാണ് പോകണത്, അതായത് നേരെ ഫസ്റ്റ് ചെല്ലും. അപ്പോൾ ഒബ്വിയസ്ലി ആ 1 എന്ന് പറയുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, അതാണ് എന്ത് ഡൈനാമിക് സ്കോപ്പിംഗ്. അപ്പോൾ അതാണ് ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക, അത് നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് മാത്രം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലോട്ട് പോകാം. ഇത്രയും മനസ്സിലാക്കുക. സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആണെങ്കിൽ 1 ആയിരിക്കും ആൻസർ. ഡൈനാമിക് സ്കോപ്പിംഗ് ആണെങ്കിൽ എന്താണ്, പോസിറ്റീവ് നമ്പറിന് വാല്യൂ 2ഉം ദെൻ നെഗറ്റീവ് നമ്പറിന് വാല്യൂ 1ഉം. ഓക്കെ, ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ അറ്റ് ലൈൻ 8. സോ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമാണ് ശരിക്കും സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സ്കോപ്പ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് മനസ്സിലാക്കുന്നൊരു പോർഷൻ. ഓക്കെ, ഞാനത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ രണ്ടിന് ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക, പറ്റും. ഇത്രയും നമ്മൾ പോർഷൻ കണ്ടതല്ലേ. സോ ഇതാണ് സ്റ്റാറ്റിക് സ്കോപ്പിക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസവും അല്ലാതെ ഉള്ളത്. ഇനി നമുക്ക് ഇംപ്ലിമെൻറ്റിംഗ് സ്കോപ്പ്, അടുത്ത പോർഷൻ എങ്ങനെയാണ് സ്കോപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് പ്രോഗ്രാം ദ കമ്പൈലർ ഈസ് മെയിൻറ്റെയിനിങ് എ സിമ്പിൾ ടേബിൾ. ഓക്കെ, അത് ഡീൽ ചെയ്യാൻ സിമ്പിൾ ടേബിൾ ഉണ്ട്. ഇനി കുറച്ചുകൂടെ നമ്മൾ ഡൈനാമിക് സ്കോപ്പിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിമ്പിൾ ടേബിളിൽ എല്ലാ ഇൻഫോർമേഷൻസും ഉൾക്കൊള്ളാൻ പറ്റില്ല. ബിക്കോസ് ഹൈലി റൺ ടൈമിലാണ് അത് ബേസ് ചെയ്തേക്കണേ, അല്ല എക്സിക്യൂഷൻ ടൈമിലാണ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. സോ വി ആർ അഡോപ്റ്റിംഗ് അനദർ 2 സ്പെസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ആൻ അസോസിയേഷൻ ലിസ്റ്റ് ഓർ എ സെൻട്രൽ റെഫറൻസ് ടേബിൾ. സോ മെയിൻറ്റെയിനിങ്ങിൽ ഓർ ഇംപ്ലിമെൻറ്റിംഗ് സ്കോപ്പിങ്ങിൽ സിമ്പിൾ ടേബിൾ സ്റ്റാറ്റിക്കിനും ഡൈനാമിക് സ്കോപ്പിങ്ങിൽ അസോസിയേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ റെഫറൻസ് ടേബിൾ. ഓക്കെ, ഇനി വരുന്നത് നെയിംസ്, അതായത് നെയിം സ്കോപ്പ് അല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഏലിയാസസ് എന്താണ്, അതായത് 2 or more നെയിംസ് വിത്ത് ദ സെയിം ഒബ്ജക്റ്റ്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഏലിയാസസ് എന്ന് പറഞ്ഞ പോർഷൻ, ഓവർലോഡിങ് എന്താണ്, പോളിമോർഫിസം, കൊയേഷൻ, ഈ ടേം ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കൊയേഷൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഒരു ടൈപ്പ് കൺവേർഷൻ നടത്തുന്നത്. ഇപ്പോൾ 2 ടൈപ്സ് മാച്ച് ചെയ്ത് വന്നില്ലെങ്കിൽ കമ്പൈലറിന് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർഷൻ നടത്താൻ പറ്റും. അതാണ് എന്ത് കൊയേഷൻ. പോളിമോർഫിസം പോളിമോർഫിസം, ഓവർലോഡിങ് ആൻഡ് ഏലിയാസസ് ഒക്കെ നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയാണ് ഈ പോർഷൻ. ഓക്കെ.